നമസ്കാരം. ഒരുപാട് നാമങ്ങൾ ജപിക്കുന്നു, ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു സംശയം ചിലരിലെങ്കിലും ഉണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം ശ്രദ്ധ, ഭക്തി. ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ഒരു കാര്യത്തിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ചിന്തിക്കാം. ശ്രദ്ധ, ഭക്തി അത് വേർപിരിക്കാനാവാത്തതാണ്. അതുകൊണ്ടാണ് ഒരു വിഷയം എന്ന് പറയാൻ കാരണം. ശ്രദ്ധ, ഭക്തി. ഇന്ന് നാമജപം ജപിക്കുന്നു. ഉദാഹരണം നമുക്ക് വിഷ്ണു സഹസ്രനാമം എടുക്കാം. ഏവർക്കും അറിയാമെന്നുള്ളതായതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഡെയിലി ജപിക്കുകയാണ്. ഡെയിലി ജപിച്ചില്ലെങ്കിൽ നമുക്കൊരു വെപ്രാളമാണ്. ജപിക്കുന്ന വ്യക്തികളുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു വെപ്രാളമാണ്. അന്നേ ദിവസം ആ ഒരു സഹസ്രനാമം ജപിച്ചിട്ടേ ബാക്കി കാര്യം നോക്കാൻ പറ്റുകയുള്ളൂ. ഒരു സെൻറ്റിമെൻ്റായിട്ട് അത് പോയി. അതുകൊണ്ട് വളരെ പെട്ടെന്നെങ്കിലും ഉള്ള സമയത്തെങ്കിലും ചുരുക്കി അതൊരു 5 മിനിറ്റിലേക്ക് ജപിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം എന്ന് പറഞ്ഞ ആ ഒരു ഫ്ലോയ്ക്ക് പോവുകയാണ്. ഇതിനകത്ത് നമുക്ക് ഫോക്കസ് ഉണ്ടോ എന്നുള്ളതാണ്. ക്വാളിറ്റിയാണ് നമുക്ക് വേണ്ടത്, ക്വാണ്ടിറ്റി അല്ല. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടതായിട്ടുള്ള ആദ്യത്തെ വിഷയം ശ്രദ്ധ. ശ്രദ്ധയാ വിന്ദതേ വസു, ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ളതാണ്. അപ്പോൾ ശ്രദ്ധ കൊണ്ടാണ് ഒരു വസ്തുലാഭം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കോൺസെൻട്രേഷനാണ് ഇവിടെ ചിന്തനീയം. ആയതിനാൽ നമുക്ക് ഒരുപാട് സമയമില്ലാത്ത ദിവസങ്ങളിൽ ഉള്ള സമയം കൊണ്ട് ജപിക്കുന്ന മന്ത്രങ്ങൾ നല്ല ശ്രദ്ധയോടുകൂടി ജപിക്കുവാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. കാരണം മനസ്സ് പല സ്ഥലത്തും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ ശ്രദ്ധ എന്ന് നമുക്ക് മനസ്സിലായി. അടുത്തത് ഭക്തി. ഈ ഭക്തി എന്ന് കേട്ടാൽ ഇന്ന് നമുക്ക് ഒരുപാട് മീനിങ്ങുകളൊക്കെ ഉണ്ട് അതിനകത്ത്. ഭക്തി ദേവൻ്റെ അടുത്തുള്ള ഭക്തി മാത്രമൊന്നുമല്ല. ഭക്തി എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ഇന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് ഡിവോഷൻ എന്നുള്ളൊരു വാക്കാണ്. അതിന് കുറച്ചുകൂടി നമുക്കൊരു മീനിങ് ഫുള്ളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ആറ്റിറ്റ്യൂഡായിട്ട് നമുക്ക് നോക്കാം. ഭക്തി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ് എന്ന് ചിന്തിച്ച് നോക്കുക. അത് ഒരു പക്ഷേ ശരിയാണെന്ന് തോന്നും. തീർച്ചയായിട്ടും ഒരു ആറ്റിറ്റ്യൂഡാണ്. നമ്മളെങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതാണ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഭക്തി, ശ്രദ്ധ, പുരസരം. നല്ല ശ്രദ്ധയോടുകൂടി നല്ല ഭക്തിയോടുകൂടി ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രങ്ങൾക്കെല്ലാം ഫലമുണ്ട് എന്ന് നമുക്ക് കാണിച്ച് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ ഋഷീശ്വരന്മാരെല്ലാം, നമ്മുടെ ആചാര്യന്മാരെല്ലാം തന്നെ. ആയതിനാൽ ഇവിടെ ഭക്തി, ശ്രദ്ധ, പുരസരം ജപിക്കുക എന്നുള്ളതാണ്. ഇതിൽ 1-2 കാര്യങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ തടസ്സം വരാറുണ്ട്. കാരണം ജപിക്കുവാനിരിക്കുന്നു, അവിടെ കുട്ടി കരയുകയാണ്, വീട്ടിൽ ആരെങ്കിലും വരുന്നു, കോളിംഗ് ബെൽ അടിക്കുന്നു, എണീറ്റ് പോകുന്നു, ഇല്ലെങ്കിൽ ഒരു ടി വിയിലേക്ക് ശ്രദ്ധ തിരിയുന്നു, സീരിയൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നിങ്ങനെ പല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടൊരു മനുഷ്യൻ ജപിക്കുന്നു. ആ ജപിച്ച ഒരു കർമ്മത്തിന് ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. കാരണം ഇത്രയും തിരക്കിനിടയ്ക്ക് അയാൾ രാമനാമം ജപിക്കുകയാണ്, രാമനാമത്തിന് ഫലം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അതെത്രത്തോളം ശ്രദ്ധയിലേക്ക് എത്തി എന്നുള്ളത് ഇവഞ്ച്വലി വേണം നമ്മൾ അതിനെ മാറ്റുവാനായിട്ട്. അല്ലാതെ എനിക്ക് ഇത്രയും സാഹചര്യം മോശമാണ്, ഞാനിനി ജപിക്കാൻ പോകുന്നില്ല എന്ന് പറയരുത്. അവിടെയാണ് ഈ രാമനാമം നമ്മൾ ജപം അജപം എന്നുള്ള ഒരു വിഷയമുള്ളത്. സദാ ജപിച്ചുകൊണ്ടിരിക്കുന്നു. അജപഗായത്രി വളരെ പ്രസിദ്ധമാണ്. അജപം, ജപം, അജപം, അത് കൂടുതലായിട്ട് കിടക്കുന്നില്ല. ആയതിനാൽ സാധിക്കുന്ന രീതിയിൽ ജപിച്ച് ശ്രദ്ധ കൊണ്ടുവന്ന് ഭക്തി കൂട്ടി മുന്നോട്ട് പോകും തോറും നമ്മൾക്ക് തന്നെ ഒരു കണക്ടിവിറ്റി അനുഭവം താനേ വന്നു തുടങ്ങും. ഇത് 1 ദിവസം, 2 ദിവസം, 3 ദിവസം, 4ാമത്തെ ദിവസം ഫലം ചോദിക്കരുത്. കാരണം നമ്മുടെ മനസ്സിലുള്ളത് ഇന്ന് വിത്തിട്ടാൽ നാളെ അത് കായ്ക്കണം എന്നുള്ള ഒരു മനോഭാവം ഇന്നത്തെ ജീവിത രീതി നമ്മളെ കൊണ്ട് എത്തിച്ചു. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ മനസ്സ് മാറിക്കഴിഞ്ഞു. കാരണം ഇങ്ങനെ ഒരു പനി വന്നു, പാരസെറ്റമോൾ കഴിക്കുന്നതാ പോയി. അപ്പോൾ അതുപോലെ തന്നെ എല്ലാം ആകണം എന്നുള്ള മനുഷ്യൻ്റെ പ്രതീക്ഷയാണ്. ഒരിക്കലും അത് തെറ്റാണെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇന്നത്തെ സാഹചര്യം. പക്ഷേ മന്ത്രങ്ങളിലേക്ക് വരുമ്പോൾ മന്ത്രനാഥം ഗുരും മന്ത്രം സമത്വേനാഭിപൂജയേത് എന്ന് പറയുന്നു. മന്ത്രനാഥം ഗുരും മന്ത്രം. വ്യാഖ്യാനം ആവശ്യമില്ല, ഇവിടെ ഏവർക്കും അറിയാം. അങ്ങനെ സമത്വേനാഭിപൂജയേത്, അങ്ങനെ ഇവിടെ പൂജിക്കുക എന്നുള്ളത് ശ്രദ്ധ ഭക്തിയോടുകൂടി സ്മരിക്കുക, ജപിക്കുക എന്നുള്ള അർത്ഥത്തിലേക്ക് നാം ഘടിപ്പിച്ചാൽ ഉത്തരം ലഭിച്ചു കഴിഞ്ഞു. ക്വാളിറ്റി ആയിട്ട് സമയം കുറവുണ്ടെങ്കിൽ പോലും വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ജപിച്ചാൽ ഫലം സുനിശ്ചിതം എന്നുള്ളത് ഇവിടെ വ്യക്തമായി. നമസ്കാരം.